ഞാനോ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരാവർത്തി കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിനുള്ളിൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്ന് തുടങ്ങിയ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. യേശു കർത്താവിനെ കൊന്നുകളഞ്ഞ് യെരൂശലേം പട്ടണത്തിലേക്ക് ശിഷ്യന്മാർ വളരെ കൃത്യമായി സംസാരിക്കുന്ന പ്രസംഗ വിഷയങ്ങളിലും ഒരു വിഷയം ഈ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കുന്നവരായി തീരണം എന്നുള്ള പദമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ വന്നെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ആ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന വിഷയമാണ്. ഓരോ ദിവസവും ജീവിതയാത്രയിൽ സംഭവിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ മനസ്സിലാക്കുന്നത് തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയും ആ ന്യായവിധിയെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അധികം പാപത്തിലേക്ക് പോയി തിന്മയിലേക്ക് കടന്നു പോകാതെ നമ്മെ ദൈവകൃപയിലേക്ക് മടക്കി വരുത്തുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നും ആയതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിൽ രേഖപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. യോർദാൻ നദിയിൽ സ്നാനം കഴിച്ച് തിരിച്ചു കയറുന്ന യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. അത് കാണുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അവൻ നിങ്ങൾക്ക് ആത്മസ്നാനം തരുവാൻ കഴിവുള്ളവനാണെന്ന പദമാണ്. യോഹന്നാന്റെ സുവിശേഷം 7:37 ഉള്ള വാക്യം വായിക്കുമ്പോൾ, ഉത്സവത്തിൻ്റെ ദിവസമായ ഒടുക്കലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമെന്നും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വന്നാൽ മാത്രമേ നമ്മൾ പാപബോധമുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പാപം വിട്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളെന്നും നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമുക്ക് നിത്യരക്ഷ ലഭിക്കേണ്ടതിന് നമ്മൾ മടങ്ങി വന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ സ്ഥാനം പ്രാപിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൽ തിന്മകളെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമുള്ളവരായി നമ്മൾ മുന്നോട്ട് പോകുന്നവരായി തീരണം.
അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന് സർവ്വകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ആത്മാവാണ് ഞങ്ങൾക്ക് പാപബോധം ഉളവാക്കുന്നതും ഞങ്ങളുടെ തിന്മയിൽ നിന്ന് ഞങ്ങളെ തിരുത്തുന്നത്. ഞങ്ങൾക്കൊരു ന്യായവിധി വിധിച്ചിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടും അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ ന്യായവിധിയെ ഞങ്ങൾ അകപ്പെടാതിരിപ്പാൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ, നിത്യരക്ഷയെ കരസ്ഥമാക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും പരിശുദ്ധാത്മാവ് ദൈവം പകരണമേ. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.